എൻ്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. പക്ഷേ എന്താ പറയുക, സാധാരണ എല്ലാ ഡോക്ടേഴ്സും മക്കളെ അങ്ങനെ ഒരു റൂട്ടേ ആയിരുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ വിജയത്തിന് മെയിൻ കാരണം എൻ്റെ അമ്മയാണ്. ഞാൻ എന്തെങ്കിലും ഒരു ആസ് എ സിംഗർ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് മൈ അമ്മ. ചെറുപ്പം തൊട്ട് ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മൂമ്മ കർണാട്ടിക് ടീച്ചറായിരുന്നു, വല്യമ്മ വീണ പ്രൊഫസറാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിലെല്ലാവർക്കും സംഗീതമുണ്ട്. അപ്പം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലായിരുന്നു വളർന്നത്. അതുകൊണ്ട് പറഞ്ഞ മാതിരി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻട്രൻസ് പ്രാന്തൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ 10th അത്യാവശ്യം നല്ല മാർക്ക്, എനിക്ക് 90% ഒക്കെ ആയിരുന്നു, അതിലധികം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എല്ലാവരും സയൻസ് ഗ്രൂപ്പ് തരുന്ന മാതിരി ഞാനും സയൻസ് ഗ്രൂപ്പ് എടുത്തു. പക്ഷേ ആ സമയത്ത് ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്നു എൻട്രൻസ് എഴുതാൻ സമയത്ത്. അങ്ങനെ കയ്യൊടിയിൽ ഇതൊക്കെ കാരണം പിന്നെ മെഡിസിൻ മോഹങ്ങൾ അതോടുകൂടി ഉപേക്ഷിച്ചു. പിന്നെ എല്ലാം ഇരുന്ന് എഴുതണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനമ്മയും എന്താ പറയുക, വളരെ ഫോഴ്സ്ഫുള്ളി അത് ഡിസ്കറേജ് ചെയ്തു. നേരെ വിപരീതമാണ്. അപ്പം എന്നെക്കാട്ടും അപ്പുറം ഞാനൊരു സിംഗർ ആവണം എന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു. അപ്പം അതുമായി ആയി നിയോഗം പോലെ. എന്നിട്ടും ഞാൻ BA മ്യൂസിക്കൊന്നും എടുത്തത്. ഞാൻ BA ലിറ്ററേച്ചറായിരുന്നു, MA ലിറ്ററേച്ചറാണ് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ MA പൂനെയിൽ വെച്ച് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഹസ്ബൻഡ് ഡോക്ടറാണ്, അനിയൻ എൻജിനീയറാണ്. രവീന്ദ്രൻ സാറിന് ഹിന്ദുസ്ഥാനി രാഗങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതേ ഹിന്ദുസ്ഥാനി ഫ്ലേവറിൽ തന്നെ സാറ് ചെയ്തിട്ടുമുണ്ട് ഒരുപാട് പാട്ടുകൾ രാഗ ബേസ്ഡ് ആയിട്ട്. ഞാൻ ആദ്യം പാടിയ ദീനദയാലു രാമ എന്നുള്ള പാട്ട് സാറ് അതുമാതിരി വൃന്ദാവനി സംഗീതം ചെയ്തതാണ്. ദീനദയാലു രാമ ജയ സീതാവല്ലഭരാമ ശ്രിതജനപാലക രഘുപതി രാഘവ ശ്രിതജനപാലക രഘുപതി രാഘവ പീതാംബരധര പാവനരാമ. ഇത് വൃന്ദാവനി സാരംഗ് ആയിട്ടുള്ള, ഇത് എഗൈൻ നോർത്ത് ഇന്ത്യൻ രാഗമാണ്. അതിൽ ക്യാരക്ടറും ലക്ഷ്മി ഗോപാൽ സ്വാമി ചെയ്ത ക്യാരക്ടറും നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലേവറുള്ള ആവശ്യമുള്ളൊരു പാട്ടായിരുന്നു. ഞാൻ കർണാടക ചെറുപ്പം തൊട്ടേ പഠിച്ചിരുന്നു. പിന്നെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് കുറച്ച് പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഉണ്ട്, ഫിലിപ്പ് ഫ്രാൻസിസ്, ഡോക്ടർ ചന്ദ്രപിഷാരടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഭയങ്കര ഹിന്ദുസ്ഥാനി ഫാൻസ് ആയിരുന്നു അവരൊക്കെ. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഗസൽസൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി പ്യുവർ ക്ലാസിക്കലും കേട്ട് തുടങ്ങി കുറേ. അപ്പം കേട്ടപ്പോൾ എനിക്ക് വളരെ ശ്രുതിശുദ്ധമായിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണെന്ന് തോന്നി. എനിക്കത് ഒന്നുകൂടി അതിനോടൊരു വല്ലാത്തൊരു അടുപ്പം തോന്നി മാനസികമായിട്ട്. രമേശ് നാരായണൻ സാറിൻ്റെ അടുത്താണ് തുടങ്ങിയത്. കുറച്ചു കാലം പഠിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പൂനെ പോയി, ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടി പൂനെയിൽ പോയി. അവിടെ എൻ്റെ ഗുരു അൽക്ക മാരുൾക്കർ എന്നിട്ടുള്ള ഒരു മഹാരാഷ്ട്രീയൻ ലേഡിയായിരുന്നു. അതിന് അൽക്കാജിയുടെ അടുത്ത് ഒരു 3 വർഷം പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ബാംഗ്ലൂർ പണ്ഡിറ്റ് വിനായക് ധോർവിയുടെ അടുത്താണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ചിരുന്ന ആദ്യത്തെ ഗുരു വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ ഗുരുവും സ്ട്രിക്റ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന്, ഞാൻ പഠിച്ചിരുന്ന രീതി കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്നും ക്ലാസ് ഉണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേ ഒഴിച്ചു കഴിഞ്ഞാൽ എന്നും ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പൊതുവേ ആഴ്ചയിൽ 2 ദിവസത്തിൽ ഒതുക്കലാണല്ലോ മിക്കവാറും പതിവ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല പഠിച്ചത്. എനിക്ക് ഒന്നാമത് യാതൊരു ഗന്ധവും ഉണ്ടായിരുന്നില്ല ഹിന്ദുസ്ഥാനിയുടെ പോകുമ്പം. അപ്പോൾ എനിക്ക് ഒന്നും കൂടി വർക്ക് ചെയ്യണമായിരുന്നു ആ സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്നും പോയിരുന്നു. അപ്പം എന്താ പറയുക, മ്യൂസിക് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്തൊരു എന്നും എണീറ്റ് കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി നാച്ചുറൽ തിങ്. അപ്പം അതുകൊണ്ട് പിന്നെ എൻ്റെ ഗുരുവും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ നല്ലൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത്ര സിൻസിയറായിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് അവർ അത്രയധികം 100% എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പിയാനോ പഠിക്കുന്നുണ്ട് ചേതനയിൽ, കെസ് ഭവനിൽ, ഫാദർ തോമസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അവിടെ പോകുമ്പം അവിടെ ഞാൻ പിയാനോ സ്റ്റുഡൻസ് എന്നും വരും ഇതുമാതിരി പ്രാക്ടീസ് ചെയ്യാനായിട്ട്. വോക്കലും നല്ലൊരു മാഷുണ്ട് അവിടെ പഠിപ്പിക്കാനായിട്ട്, ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിന് മാഷ് ഇതുമാതിരി ഞാൻ ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കാറുണ്ട് അവരുടെ ക്ലാസ്സിൽ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പറയും, എന്നും പ്രാക്ടീസ് ഉണ്ടോ, ഇന്നലെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഇല്ല എന്നാണ് ഉത്തരം ഉണ്ടാവാറ്. പക്ഷെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു.
ഞാൻ ചെറുപ്പത്തിൽ വളരെയധികം ഉഴപ്പിയിരുന്നു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ മ്യൂസിക് സീരിയസ് ആയിട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് എടുത്തത്. അതിൻ്റെ ഒരുപാട് വിഷമങ്ങൾ ഇപ്പോഴും ഉണ്ട് എനിക്ക്. പണ്ടേ എടുക്കായിരുന്നു എന്നൊക്കെ ഇനി കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം പലപ്പോഴും വേണ്ടത്ര ഇമ്പോർട്ടൻസ് സ്റ്റുഡൻസ് കൊടുക്കണില്ല എന്നുള്ളതാണ് സത്യം. കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ളൊരു പാട്ടുപടുത്തം ആവരുത്. അതിന് കുറച്ചുകൂടി ഒരു ദീർഘമായിട്ടുള്ളൊരു വിഷൻ വേണം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താലേ ലോങ് ലാസ്റ്റിംഗ് ആവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കാലം അങ്ങനെ പഠിച്ച് പേരിന് അച്ഛനമ്മയ്ക്കും വേണ്ടി ആഴ്ചയിലൊരിക്കൽ പോവുക വരിക, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഹിന്ദുസ്ഥാനിയിൽ കർണാട്ടിക്കിൻ്റെ അത്ര ഒരു ഡിസിപ്ലിൻഡ് അപ്രോച്ച് അല്ല. കർണാട്ടിക് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രഷനാണ്. ഇപ്പം നല്ലതാണത്. കാരണം സ്റ്റുഡൻസിന് ആദ്യം അവർക്കൊരു സിസ്റ്റമാറ്റിക് രീതിയുണ്ട്. ഗീതം, അത് കഴിഞ്ഞ് വർണ്ണം, അത് കഴിഞ്ഞ് കീർത്തനം. അപ്പം ബേസ് വളരെ സോളിഡാണ്. എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള സ്റ്റെപ്പായിട്ടുള്ള. ഹിന്ദുസ്ഥാനിയിൽ എന്നാൽ അത്ര ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അപ്രോച്ച് അല്ല. എനിക്ക് തോന്നുന്നത് ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻ ആവാനായിട്ട് എൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു തുടങ്ങുന്നത് വളരെ ഹൈ ലെവൽ മ്യൂസിക്കാണ് ഹിന്ദുസ്ഥാനി പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനീഷ്യലി കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടുതൽ മനോധർമ്മ പ്രധാനമാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്, കൃതി പ്രധാനമല്ല. അതായത് കൃതിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, 4 വരിയേ ഉണ്ടാവുള്ളൂ കീർത്തനം. ബാക്കി ഫുൾ മനോധർമ്മം നമ്മൾ രാഗം ആലപിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആലാപനാണ് പ്രാധാന്യം. അപ്പം കഴിവ് കാണിക്കാനായിട്ട് അവസരം ആണ്. എന്നാൽ അതേസമയം തന്നെ ബുദ്ധിമുട്ടുമാണ് അത്. കാരണം എന്താ വെച്ചാൽ ഒരു വെറുതെ ഒരു മീഡിയോക്കറായിട്ടുള്ളൊരു നഴ്സറി റൈം നേരത്തെ ആലാപ്പ് പാടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതിന് നമ്മുടേതായിട്ട് ഒരുപാട് ഇൻട്രോസ്പെക്ഷൻ ആവശ്യമാണ്. നമ്മൾ തനിയെ ഇരുന്ന് ഒരുപാട് ചിന്തിക്കണം, ഒരുപാട് മനനം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കണത് എന്താ വെച്ചാൽ, ഒരു ഹിന്ദുസ്ഥാനി ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദി കാണിച്ചു തന്നിട്ട് അതിലേക്ക് ചാടൂ എന്ന് പറയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ നല്ല ആർട്ടിസ്റ്റ് ആവും. അപ്പോൾ അത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഇപ്പോൾ സംഗീത സംവിധായകരോട് ഒരുപാട് പേരോട് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആരാണ് നമുക്ക് കൂടുതൽ എളുപ്പം വർക്ക് ചെയ്യാൻ എളുപ്പം, പാടുമ്പം കുറച്ച് നമുക്ക് നമ്മുടേതായ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരല്പം ഫ്രീ തോന്നുന്നത്? അല്ലെങ്കിൽ ഇപ്പോഴത്തെ യങ് മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും വളരെ ഫ്രീ ആയിട്ട്, എന്താ പറയുക, ഒരുപാട് സ്കോപ്പ് ഇംപ്രവൈസേഷന് തരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സാണ് പുതിയ സ്കൂളിലുള്ളവർ മുഴുവൻ. പഴയ മ്യൂസിക് ഡയറക്ടേഴ്സും കുറേ പേര് അങ്ങനെയുണ്ട്. രവീന്ദ്രൻ സാറൊക്കെ വളരെ ഓപ്പണായിരുന്നു എല്ലാത്തിലും. ഓരോരുത്തരുടെ വർക്കിംഗ് രീതി ഡിഫറെൻ്റ് ആണ്. എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമുക്കതുകൊണ്ട് വളർച്ചയേ ഉണ്ടാവുള്ളൂ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ പെർഫെക്ഷനെ പറ്റി പഠിക്കാൻ പറ്റും. റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ആരെടുത്ത് പാടിയാലും അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. മൈക്കിനെ പറ്റി, വോയിസ് കൾച്ചറിനെ പറ്റി ഒക്കെ. ഞാൻ ഔസേപ്പച്ചൻ സാറിൻ്റെ ഒപ്പം, സീനിയർ ഡയറക്ടേഴ്സിൽ ഔസേപ്പച്ചൻ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിളാണ്. താമരനൂലിനാൽ എന്തേ നീ കണ്ണാ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടൊക്കെ ഔസേപ്പച്ചൻ സാറാണ് ചെയ്തത്. എനിക്കും സാറിൻ്റെ അടുത്ത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുമാതിരി തന്നെ രമേശ് നാരായണൻ സാറ്, രാജാ സാറിൻ്റെ അടുത്ത് പാടുമ്പോൾ പേടിച്ചിട്ടാണ് പാടിയിരിക്കുന്നത്. അത്ര പേടിയെന്ന് തന്നെ, അത്ര വലിയ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം സാറിൻ്റെ അടുത്ത് പാടുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും പാടാനായിട്ട്. പിന്നെ ജോൺസൺ സാറിന് വേണ്ടി ഇപ്പം അടുത്ത് പാടി, ഫോട്ടോഗ്രാഫർ എന്നുള്ള മൂവിയിൽ മോഹൻലാൽ സാറിൻ്റെ വരാൻ പോണ്. സാറും വളരെ കൂളായിരുന്നു. പെട്ടെന്നെല്ലാം നല്ല എൻകറേജിങ് ആയിരുന്നു. അങ്ങനെ ദീപക്കിൻ്റെ ഒപ്പം ഇപ്പം നരന് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. തുമ്പിക്കിന്നാരം എന്നുള്ള പാട്ട് ദാസേട്ടൻ്റെ ഒപ്പം. അത് ദീപക്കും ഒക്കെ ഇത് പറഞ്ഞ മാതിരി വളരെ കൂളാണ്. ആ ഒരു ന്യൂ സ്കൂളാണ്. വളരെ എന്താ, നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ, ടെൻഷനില്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. തുമ്പിക്ക് കേട്ടില്ലല്ലോ തുമ്പപ്പൂക്കാലം, ഞാൻ കണ്ടില്ലല്ലോ സ്നേഹം കാണാതെ നേരം പോയല്ലോ. ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ മൂവിക്ക് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. രാത്രി മഴ ഇറങ്ങാൻ പോണത്. അത് കുറച്ചൊരു വിഷമമുള്ള പാട്ടാണ്. രമേശ് നാരായണൻ സാർ ചെയ്തിട്ടുള്ളത്. ഹിന്ദുസ്ഥാനി ഛായാനട്ടിൻ്റെ ഒക്കെ ഒരു അധികം ആരും ഉപയോഗിക്കാത്തൊരു രാഗമാണ്. എന്നെഞ്ചിലെ ജലശംഖിൽ രാവിൻ വിൻഗംഗയായി നീ നിറയൂ, മൗനങ്ങളെ സ്വരമായി വന്നിൻ മൺവീണയിൽ
ജലശംഖിൽ രാവിൻ വിൺഗംഗയായി നീ നിറയൂ. അത് രമേശ് സാർ ചെയ്തിട്ടുള്ള, രമേശ് സാർ ഒരുപാട് രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പറയാൻ മറന്ന ജോബിൽ ചെയ്തിട്ടുള്ളത്. അതുമാതിരി തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, മേഘ്മൽഹാറിലെ മധുവന്തിയിൽ ചെയ്തിട്ടുള്ളൊരു പാട്ടുണ്ട്, പൊന്നുഷെന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥ കടവിൽ. ഇത് എനിക്കിഷ്ടമുള്ളൊരു, വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. HMV സരഗമാണ് അതിൻ്റെ മാർക്കറ്റിംഗ്. വിശുദ്ധി എന്നാണ് പേര്. ഹർ സാസ് മേരെ പൂജാ തുമ്ഹാരി, ഹർ പൽ മേരാ പ്രസാദ തേരാ, ഹർ കദം മേരാ പ്രദക്ഷിണ തേരാ, ഹർ ഹൃദയ വീണാ സുരസാസ് തേരാ. ഇത് ഇതിലൊരു പാട്ടാണ്. ഇതാണ് CD വിശുദ്ധി. അപ്പോൾ ഇതിലെ റോയൽറ്റീസ് മുഴുവൻ പോണത് സർവീസ് പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണ്. ഞാനിത് ആർട്ട് ഓഫ് ലിവിങ് ആശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഡൊണേറ്റ് ചെയ്യണത്, ഇതിൻ്റെ പ്രൊസീഡിങ്സൊക്കെ. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ ഇതൊരു നല്ല പർപ്പസിനാണ് ഈ ആൽബം. എനിക്കിനി ഒരു ഗസൽ ആൽബം ചെയ്യണമെന്നുണ്ട്, ഇതുമാതിരി ഞാൻ തന്നെ കമ്പോസ് ചെയ്തിട്ട്. അപ്പോൾ അത് ഇനി നെക്സ്റ്റ് അത് ചെയ്യാനായിട്ടാണ്. പിന്നെ വേറൊരു ഹിന്ദി, ഒരു നോർത്ത് ഇന്ത്യൻ ഡയറക്ടർ ചെയ്തിട്ടുള്ള ഒരു ഹിന്ദി ആൽബം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, ദേവി തീമായിട്ടുള്ള. അതും സരഗമൻ HMV തന്നെയാണ് മാർക്കറ്റ് ചെയ്യണത്. അപ്പം അതും ഇപ്പം അടുത്ത് തന്നെ റിലീസ് ചെയ്യും. ഞാനിപ്പം കച്ചേരികൾ ചെയ്യുന്നുണ്ട്, ഗസൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ഗാനമേളകളും ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും ചെയ്യുന്നുണ്ട്. ഇതിൽ ഗസൽ പ്രോഗ്രാംസ് ഞാൻ പെർട്ടിക്കുലർലി എൻജോയ് ചെയ്യണൊരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ അത് കേൾക്കാൻ വരുന്നവർ അതിന് വേണ്ടി മാത്രം വരണ നല്ല മ്യൂസിക്കൽ നോളജുള്ള ആൾക്കാരാണ് ഇത് കേൾക്കാൻ വരാറ്. അപ്പോൾ അവരുടെ നിന്നുള്ള റിക്വസ്റ്റുകൾ, മെഹദി ഹസൻ അത് പാടൂ ഇത് പാടൂ എന്നുള്ള റിക്വസ്റ്റുകളൊക്കെ കിട്ടുമ്പം വളരെ സന്തോഷം തോന്നാറുണ്ട്. പ്ലസ് നമുക്ക് ഒരുപാട് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഫ്രീഡവും കിട്ടും അങ്ങനത്തെ പ്രോഗ്രാംസിൽ. മറ്റേത് ഫീഡ് ചെയ്ത സാധനം ഈ എന്താ പറയുക, അയ്യോ ഫീഡിങ് എങ്ങാനും തെറ്റ്, അങ്ങനത്തെ ടെൻഷൻസ് ഒന്നുമില്ലല്ലോ. വെറുതെ അക്കൗസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ഹാർമോണിയം, തബ്ല, ഫ്ലൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടംപോലെ ഇംപ്രവൈസ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ അത് ഞാൻ പെർട്ടിക്കുലർലി എൻജോയ് ചെയ്യാറുണ്ട് ഗസൽ പ്രോഗ്രാംസ്. പിന്നെ വളരെ ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങൾ അബ്രോഡ് ഷോസിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി യൂറോപ്പ്, ലണ്ടൻ പ്രോഗ്രാം ഈ ഒരു ഏപ്രിലിൽ ഇതുമാതിരി കച്ചേരിക്ക് പോയിരുന്നു സൂര്യ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്. യൂറോപ്പിൽ കുറേ, അയർലൻഡിലൊക്കെ 70% ഓഡിയൻസും ഫോറിനേഴ്സ് ആയിരുന്നു. അത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവർക്ക് ഇന്ത്യൻ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞ മാതിരി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് വരുന്നവരാണ്. എന്നാൽ തന്നെ ഫുൾ 100% അറ്റൻഷനോട് കൂടിയിട്ടാണ് അവർ കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നാടെന്ന് പറയുമ്പോൾ ഒരുപാട് ആഘോഷങ്ങൾ, ഇത്തരം ആഘോഷങ്ങൾ എങ്ങനെയാണ് ഇവിടെ വീട്ടിലായിരിക്കുമോ അല്ല ധാരാളം പരിപാടികളുണ്ടാകും പ്രത്യേകിച്ച് ആഘോഷങ്ങളുടെ സമയങ്ങളിൽ, അപ്പം എങ്ങനെയാണ് ചിലവഴിക്കുക സാധാരണഗതിയിൽ? ഇപ്പം അടുത്തൊന്നും ഒറ്റ ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ട്രാവലിംഗ് തന്നെയാണ് അധിക സമയം. കഴിഞ്ഞ 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് ഓണം ഗൾഫിലാണ്. ഈ വർഷം മാത്രമാണ് നാട്ടിലുണ്ടായിട്ടുള്ളൂ. മറ്റത് പറഞ്ഞ മാതിരി ഇപ്പം ഗൾഫിലാണ് ഇവിടുത്തെ കാട്ടും അധികം ഓണം ആഘോഷിക്കണത്. മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ സന്തോഷിപ്പിക്കലാണ്, അവർ സ്വയം സന്തോഷിക്കുന്നതോടൊപ്പം ആൾക്കാരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കർമ്മം. അപ്പം അത് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അരയന്നങ്ങളുടെ വീട്, മുല്ലവള്ളിയും തേന്മാവും, സസ്നേഹ സുമിത്ര തുടങ്ങിയ സിനിമകളിലൂടെ നമ്മെ അതിശയിപ്പിച്ച ഗായത്രി ചേച്ചിക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേക്ഷകർക്ക് വേണ്ടി 4 വരി പാടുകയാണ്. ചാഞ്ചാടിയാടി ഉറങ്ങനീ, ചരിഞ്ഞാടിയാടി ഉറങ്ങനീ, ആകാശത്തു ഞാലാടനീ, കാണാക്കിന കണ്ടുറങ്ങനീ, ചാഞ്ചാടിയാടി ഉറങ്ങനീ, ചരിഞ്ഞാടിയാടി ഉറങ്ങനീ. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൽ നന്ദി. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.